ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തെ പിടിച്ചുലച്ചുകൊണ്ട് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന അതിർത്തി തർക്കങ്ങൾ ഒടുവിൽ നിയന്ത്രണാതീതമായി മാറിയിരിക്കുന്നു. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലും താലിബാന്റെ ശക്തി കേന്ദ്രമായ കാണ്ഡഹാറിലും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ മേഖലയെ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശക്തി പരസ്പരം പരീക്ഷിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വലിയൊരു ദുരന്തത്തിൻ്റെ നിഴലിലാണ്. എന്താണ് ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം? എങ്ങനെയാണ് ഈ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ശത്രുതയുടെ മുനമ്പിലെത്തിയത്? വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്നത്. ഞങ്ങളുടെ ക്ഷമ പരിധി ലംഘിച്ചിരിക്കുന്നു, ഇനി നമുക്കിടയിൽ ഇത് ഒരു തുറന്ന യുദ്ധമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഇതിന് തൊട്ട് പിന്നാലെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ പാക് യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത്. കാബൂൾ, കാണ്ഡഹാർ, പക്തിയ എന്നീ പ്രവിശ്യകളിലെ താലിബാൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. കാബൂൾ നഗരത്തിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറന്നതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ ഈ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അഫ്ഗാൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്താനായാണ് ഈ നീക്കമെന്നാണ് ഇസ്ലാമാബാദിൻ്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വ്യോമാക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി അഫ്ഗാൻ താലിബാൻ ഭരണകൂടം ശക്തമായി രംഗത്തെത്തി. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതിനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും പകരമായാണ് ഈ നടപടിയെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. പാകിസ്ഥാൻ വ്യോമാക്രമണം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അതിർത്തി മേഖലകളിൽ അഫ്ഗാൻ സേന കനത്ത പ്രത്യാക്രമണം നടത്തിയിരുന്നു. താലിബാന്റെ ഔദ്യോഗിക വക്താവ് നബീഹുള്ള മുജാഹിദീൻ നൽകുന്ന വിവരങ്ങൾ പ്രകാരം അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് മറുപടിയായി അഫ്ഗാൻ സേന നടത്തിയ നീക്കത്തിൽ 55 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. കൂടാതെ അതിർത്തിയിലെ 19 പാക് സൈനിക പോസ്റ്റുകളും 2 പ്രധാന സൈനിക താവളങ്ങളും തങ്ങൾ പിടിച്ചെടുത്തതായും താലിബാൻ അവകാശപ്പെടുന്നു. പിടിച്ചെടുത്ത ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ഈ അവകാശവാദങ്ങളെ പാകിസ്ഥാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പ്രകോപനമില്ലാതെ തങ്ങളുടെ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ വെടിയുതിർക്കുകയായിരുന്നുവെന്നും അതിനെ ശക്തമായി പ്രതിരോധിച്ചുവെന്നും ഇസ്ലാമാബാദിന്റെ പക്ഷം. എങ്കിലും ഖൈബർ പത്തൂൺഖ്വ പ്രവിശ്യയിലെ ചിത്രാൽ, ഖുർറം, ബജൌർ തുടങ്ങിയ അതിർത്തി മേഖലകളിൽ കനത്ത പോരാട്ടം നടക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഇരുവശത്തും ആൾനാശമുണ്ടായെങ്കിലും അതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവരാത്ത വിധം സ്ഥിതിഗതികൾ ഇപ്പോഴും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദു ഡ്യൂറൻഡ് ലൈൻ എന്നറിയപ്പെടുന്ന 2611 കിലോമീറ്റർ നീളമുള്ള അതിർത്തി രേഖയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1893 സർ മോർട്ടിമർ ഡ്യൂറൻഡും അന്നത്തെ അഫ്ഗാൻ അമീറും ചേർന്ന് ഒപ്പിട്ട കരാർ പ്രകാരമാണ് ഈ അതിർത്തി നിശ്ചയിച്ചത്. എന്നാൽ ഗോത്രവർഗ മേഖലകളെയും പഷ്തൂൺ ജനതയെയും രണ്ടായി വിഭജിക്കുന്ന ഈ രേഖയെ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ രൂപീകൃതമായതു മുതൽ ഈ അതിർത്തി ഒരു തർക്ക വിഷയമാണ്. അഫ്ഗാൻ മണ്ണിൽ നിന്ന് പാക് വിരുദ്ധ തീവ്രവാദികൾ, അതായത് TTP പോലെയുള്ള സംഘടനകൾ ആക്രമണം നടത്തുന്നുവെന്ന് പാകിസ്ഥാനും പാകിസ്ഥാൻ അനാവശ്യമായി തങ്ങളുടെ ഭൂമി കയ്യേറുന്നുവെന്ന് അഫ്ഗാനിസ്ഥാനും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. താലിബാൻ അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാൻ സുരക്ഷിതമാകുമെന്ന് ഇസ്ലാമാബാദ് കരുതുന്നുവെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവും വെടിവെപ്പും ഇപ്പോൾ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. ഈ യുദ്ധ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആരോപണം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഒരു കോളനിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പാകിസ്ഥാൻ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ആരോപിച്ചു. താലിബാൻ തങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് ശ്രദ്ധിക്കുന്നതിന് പകരം തീവ്രവാദം കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇസ്ലാമാബാദിന്റെ വാദം. എന്നാൽ ഈ ആരോപണങ്ങൾ താലിബാൻ തള്ളിക്കളയുന്നു. തങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും ആർക്കും തങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നുമാണ് അവരുടെ മറുപടി. പാകിസ്ഥാന്റെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാൻ അയൽ രാജ്യങ്ങളെയാണ് അവർ പഴിചാരുന്നത് എന്ന് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഈ വാക്പോരുകൾ യുദ്ധമുഖത്തെ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ തുറന്ന യുദ്ധം തെക്കനേഷ്യയുടെ സമാധാനത്തിന് വലിയൊരു ഭീഷണിയാണ്. ആഗോളതലത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് മറ്റൊരു വലിയ യുദ്ധം താങ്ങാനാവില്ല. മറുവശത്ത് അന്താരാഷ്ട്ര അംഗീകാരത്തിനായി ശ്രമിക്കുന്ന താലിബാനും ഈ യുദ്ധം വലിയ തിരിച്ചടിയാണ്. യുദ്ധം നീണ്ടുപോയാൽ അത് അഭയാർത്ഥി പ്രവാഹത്തിലേക്കും കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയിലേക്കും നയിക്കുമെന്നതാണ് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കാനായി ഖത്തറും തുർക്കിയും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ നിലവിൽ ഫലം കാണുന്നില്ല. രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കാത്ത പക്ഷം മേഖലയിൽ വൻതോതിലുള്ള ആൾനാശത്തിനും നാശനഷ്ടങ്ങൾക്കും ഈ സംഘർഷം കാരണമാകും. വെടിയൊച്ചകൾ നിലയ്ക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും മേശയ്ക്കിരുവശവും ഇരുന്ന് സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധമുന്നണിയിലെ വെടിയൊച്ചകൾ അവസാനിക്കുന്ന ലക്ഷണങ്ങൾ കാണുന്നതേയില്ല.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.